എൻ്റെ ഹാഫ് മാരത്തോൺ ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതായിരുന്നു എൻ്റെ ട്രെയിനിങ് ലോഡ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റണ്ണിങ് തുടങ്ങിയ സമയത്ത് ആദ്യമൊക്കെ 1 കിലോമീറ്റർ ഓടാൻ നോക്കുമായിരുന്നു. അങ്ങനെ 2 കിലോമീറ്ററായി, 3 കിലോമീറ്ററായി. അവസാനം ഈ കൺസിസ്റ്റൻ്റായിട്ട് 5 കിലോമീറ്റർ ഈസി ആയിട്ട് ഓടാൻ പറ്റുന്ന ഒരു ലെവൽ വരെ ഞാൻ പെട്ടെന്നെത്തി. പക്ഷേ ഞാൻ ഈ ലെവലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എല്ലാ ദിവസവും 5 കിലോമീറ്റർ ഓടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 4-5 ദിവസമൊക്കെ അടുപ്പിച്ച് ചിലപ്പോൾ 5 കിലോമീറ്റർ ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വളരെ മിനിമലായിരുന്നു. എനിക്ക് റിക്കവർ ആവാൻ അത്രയും ടൈം എടുക്കുമായിരുന്നു. ഞാൻ രാവിലെ ഉറക്കണിക്കുമ്പോൾ നല്ല ടയർഡായിരുന്നു. അതെൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. കാരണം റേസ് ഡേയുടെ തലേ ദിവസമാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഒരു 5K ഓടിയിട്ടായിരിക്കും അടുത്ത ദിവസം റേസിന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് മാരത്തോൺ ടൈം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ തരുന്ന ആദ്യത്തെ ടിപ്പ്, മാനേജ് യുവർ ട്രെയിനിങ് ലോഡ് അല്ലെങ്കിൽ മാനേജ് യുവർ ട്രെയിനിങ് റൂട്ടീൻ. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് റൂട്ടീൻ നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് റൂട്ടീൻ മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ട്രെയിനിങ് റൂട്ടീൻ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി മൺഡേ റെസ്റ്റ് ഡേ ആയിരിക്കും. ട്യൂസ്ഡേ ഞാനൊരു 5K ഈസി റൺ ഓടും. വെനസ്ഡേ വീണ്ടും ഞാൻ ജിമ്മായിരിക്കും ചെയ്യുന്ന, റെസ്റ്റ് ആയിരിക്കും. അല്ലാതെ തേഴ്സ്ഡേ ഞാൻ വീണ്ടും ഒരു 5K ഓടും. പക്ഷേ ഇപ്രാവശ്യം ടെമ്പോ ആയിരിക്കും. പിന്നെ ഒരു ലോങ് റൺ. അതിൻ്റെ ഇടയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ റിക്കവർ ഈസിയാണ്. ടെമ്പോ റൺ കഴിഞ്ഞിട്ട് ഒരു ദിവസം റിക്കവറി കൊടുക്കുന്നത് നല്ലത്. റിക്കവറി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഈസി റണ്ണും കൂടെ ഓടാം. എന്നിട്ട് വീക്കെൻഡ് സൺഡേ പ്രിഫറബിളി ഒരു ലോങ് റൺ ഓടുക. ലോങ് റൺ 15 കിലോമീറ്ററിന് മുകളിലുള്ള എന്തും ലോങ് റൺ ആയിട്ട് പോകാം. ടേപ്പറിങ് ഫേസ് അല്ലാത്തപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മാരത്തോൺ തൊട്ട് മുന്നേ ഒന്നും പോയി ഒരു 15 കിലോമീറ്റർ ലോങ് റൺ ഓടിക്കളയരുത്. അതിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഹാഫ് മാരത്തോൺ ടൈം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലുള്ള റണ്ണിങ് ടിപ്പിൻ്റെ പാർട്ട് 1 ആയിരുന്നു ഇത്. പാർട്ട് 2 നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ കാണണമെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.